നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ തമിഴ്നാടിന് അനുമതി നൽകി കേരളം. അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തമിഴ്നാട് സംഘത്തെ കേരള വനം വകുപ്പ് തടഞ്ഞത് വിവാദമായിരുന്നു. ഉത്തരവ് നൽകിയത് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാൽ വാദം തുടങ്ങാനായില്ല. പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ട് 1 വർഷം തികഞ്ഞു. നടക്കാതെ പോയത് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടു നൽകിയ ഉറപ്പ്. ജില്ലാ ആസൂത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. ഇടമലക്കുടിയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പദ്ധതികൾ തടസ്സപ്പെടാൻ പാടില്ലെന്നും കളക്ടർ. 2ാം ഘട്ട സമരത്തിനൊരുങ്ങി ചൊക്രമുടി സംരക്ഷണ സമിതി. ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത് കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചും 2ാം ഘട്ടത്തിൽ RD ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് സമരസമിതി. വിശദമായ വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ തമിഴ്നാടിന് അനുമതി നൽകി കേരളം. അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തമിഴ്നാട് സംഘത്തെ കേരള വനം വകുപ്പ് തടഞ്ഞത് വിവാദമായിരുന്നു. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് നൽകിയത്. വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കേരള സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. സ്റ്റാലിൻ കേരളത്തിലെത്തിയപ്പോൾ തന്നെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികൾ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് കൊണ്ടുപോകാൻ തമിഴ്നാടിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് നൽകിയത്. 7 ജോലികൾക്കായി നിബന്ധനകളോടെയാണ് അനുമതി. അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാണ് തമിഴ്നാട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പെരിയാർ വന്യമൃഗ സങ്കേതത്തിൽ കൂടി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മുൻകൂട്ടി കേരളത്തിന്റെ അനുമതി വാങ്ങേണ്ടതാണ്. എന്നാൽ അനുമതി കൂടാതെ എത്തിയ തമിഴ്നാട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്ക് പോസ്റ്റിൽ തടഞ്ഞിരുന്നു. തുടർന്നാണ് തമിഴ്നാട് അനുമതി തേടിയത്. അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന ജലവിഭവ വകുപ്പിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചില്ല. തുടർന്ന് അനുമതി ലഭിക്കാതെ തമിഴ്നാട് വാഹനങ്ങൾ തിരികെ പോകുകയായിരുന്നു. പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസറുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ പണികൾ നടത്താൻ പാടുള്ളൂ. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ദിവസവും സമയവും മുൻകൂട്ടി അറിയിക്കണം. വനനിയമങ്ങൾ പാലിച്ച് രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് അനുമതി നൽകുക. തേക്കടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെയും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തും. സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത ഒരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ ഡാം സൈറ്റിൽ നടത്താൻ പാടില്ല. 1980-ലെ വനസംരക്ഷണ നിയമം അനുമതിയില്ലാത്ത ഒരു പുതിയ നിർമ്മാണവും പാടില്ല തുടങ്ങിയ കാര്യങ്ങളും ഉത്തരവിലുണ്ട്. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണികൾ എന്ന നിലപാടാണ് കേരളത്തിനുള്ളത്. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഉൾപ്പെടെ വിശദമായ സുരക്ഷാ പരിശോധന നടത്തണമെന്നത് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യമാണ്. 2011-ലാണ് സുപ്രീംകോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ഇതിനു മുൻപ് സുരക്ഷാ പരിശോധന നടത്തിയത്. 10 വർഷത്തിലൊരിക്കൽ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ സുരക്ഷാ പുസ്തകത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണികൾ നടക്കട്ടെ, അതിനുശേഷം സുരക്ഷാ പരിശോധന എന്നതാണ് തമിഴ്നാടിന്റെ നിലപാട്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാൽ വാദം തുടങ്ങാനായില്ല. പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ട് 1 വർഷം തികഞ്ഞു. പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടു നൽകിയ ഉറപ്പാണ് നടക്കാതെ പോയത്. പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിന് പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കൊപ്പം കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ സന്ദർശിച്ചത്. കുടുംബത്തിന് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചു. പിന്നാലെ സർക്കാരിന്റെ ആവശ്യപ്രകാരം 3 അഭിഭാഷകരുടെ പേരുകൾ കുടുംബം സമർപ്പിച്ചു. വാളയാർ കേസിൽ കോടതിയിൽ ഹാജരായ അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള പേരുകളാണ് നൽകിയിരുന്നത്. എന്നാൽ പ്രതി പുറത്തിറങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. ഈ കേസിൽ വിധി കിട്ടാൻ വേണ്ടി, ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. സുപ്രീം കോടതിയിലാണെങ്കിലും നമ്മൾ പോകും എന്നുള്ളതാണ്.
ഇവിടെ 1 വർഷമായിട്ട് ഞങ്ങൾ ഈ മാസം കേസ് വരും, ഓരോ മാസത്തോളം ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. വരും 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 എന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ കാണാത്ത നേതാക്കന്മാരില്ല. എല്ലാ നേതാക്കന്മാരുടെ അടുത്തും ഈ കേസ് സ്പീഡപ്പാക്കണം, അതേപോലെ തന്നെ പ്രതി പുറത്ത് നിൽക്കേണ്ട ആളല്ല, അവനകത്ത് കിടക്കേണ്ടവനാണ് എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പ്രോസിക്യൂട്ടറെ വെച്ച് തരാനായിട്ടും നേതാക്കന്മാരോട് പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ നേരിട്ട് മുഖ്യമന്ത്രി കാണുകയും അതേപോലെ തന്നെ രേഖാമൂലം അയക്കുകയും ഒക്കെ ചെയ്തിട്ടും അവർ മറുപടി പറയുന്നത് ഉടനെ തന്നെ വെച്ച് തരും, മുഖ്യമന്ത്രി പരിഗണനയിലുണ്ട്, വിഷമിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത്. സമീപവാസിയായ അർജുനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 2021 സെപ്റ്റംബർ 21-ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ വർഷം ഡിസംബർ 14-ന് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞു. അർജുനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധിയിൽ പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പോലീസിന്റെ വീഴ്ചയ്ക്കെതിരെ വലിയ പ്രതിഷേധവും സമര പരമ്പരകളും അരങ്ങേറി. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഡിവൈഎസ്പിയായ സുനിൽകുമാറിനെ കഴിഞ്ഞിടെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. പോലീസിന്റെ വീഴ്ച മൂലമാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് ഹൈക്കോടതിയിൽ തെളിയിക്കാനുള്ള കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇടമലക്കുടിയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. ജില്ലാ ആസൂത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പദ്ധതികൾ തടസ്സപ്പെടാൻ പാടില്ലെന്നും കളക്ടർ പറഞ്ഞു. വിവിധ വകുപ്പുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട പദ്ധതികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. നിലവിൽ പ്രവൃത്തി പുരോഗമിക്കുന്ന പദ്ധതികളുടെ തൽസ്ഥിതി അവലോകനവും നടന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, നൈപുണ്യം, തൊഴിൽ വികസനം, ശുചിത്വം, പൂരക പോഷകാഹാര വിതരണം, റോഡുകൾ, പാലങ്ങൾ, വനിതകളുടെ ഉന്നമനം, പൊതുഗതാഗതം, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, കുടിവെള്ളം, കുടുംബശ്രീ, അക്ഷയ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ദീർഘകാലമായി പ്രദേശം നേരിടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ജനപ്രതിനിധികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും യോഗം അഭിപ്രായം തേടി. പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ വിഷയാടിസ്ഥാനത്തിൽ പ്രത്യേക യോഗങ്ങൾ നടത്തി പ്രവർത്തന പുരോഗതി വിലയിരുത്തുമെന്ന് കളക്ടർ അറിയിച്ചു. കിലോമീറ്ററുകളോളം ഓഫ് റോഡ് സഞ്ചാരം നടത്തി ഇവിടെ യോഗം ചേർന്നത് തന്നെ പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ എല്ലാവരും മനസ്സിലാക്കണമെന്നും കളക്ടർ പറഞ്ഞു. നമുക്ക് റോഡിൻ്റെ കാര്യവും അംഗൻവാടിയുടെ കാര്യം, ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. പിന്നെ അവരുടെ അടിസ്ഥാന സൗകര്യത്തിനും വികസനത്തിനും വേണ്ടിയുള്ള പ്രോജക്ട്സ് നമ്മൾ ഏറ്റെടുത്തത് വേഗമാക്കാനും ഇനി ഉള്ള കാര്യങ്ങളും കൂടി പെച്ചനെ തന്നെ നമുക്ക് പ്രോജക്ട്സ് എടുത്തിട്ട് ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനുള്ള കാര്യങ്ങൾ എക്സ്പെർട്ടേറ്റ് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ചെയ്യാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. ഇഡലിപ്പാറക്കുടിയിലെ അങ്കണവാടി, ഏകാധ്യാപിക പഠനശാല, ഇടമലക്കുടി LP സ്കൂൾ എന്നിവിടങ്ങളും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപ ചന്ദ്രൻ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഊരുമൂപ്പന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രണ്ടാം ഘട്ട സമരത്തിനൊരുങ്ങി ചൊക്രമുടി സംരക്ഷണ സമിതി. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുമാണ് ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. RD ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളാണ് രണ്ടാം ഘട്ടത്തിൽ സമിതി ഏറ്റെടുത്ത് നടത്തുക. ചൊക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുകയാണെന്നാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ ആരോപണം. RD ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളാണ് രണ്ടാം ഘട്ടത്തിൽ സമിതി ഏറ്റെടുത്ത് നടത്തുകയെന്ന് കൺവീനർ VK ഷാബു പറഞ്ഞു. ഇതെല്ലാം വ്യാജമാണെന്നും കൃത്യമായിട്ട് ചമച്ചതാണെന്നും എല്ലാം ഈ രണ്ട് അന്വേഷണ ഏജൻസികൾക്കും കൃത്യമായി ബോധ്യം വന്നുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ഈ ഹിയറിംഗിനെ നീട്ടിക്കൊണ്ടു പോവുകയും ഈ അവിടെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ വെട്ടിക്കടത്തുകയും അതുപോലെ തന്നെ പാറ പൊട്ടിച്ച് കിടത്തുകയൊക്കെ ചെയ്ത കുറ്റക്കാർ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. അവർക്കെതിരെ ഇതുവരെ ഒരു അന്വേഷണം നടത്തുകയോ ശിക്ഷ നടപടി ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഹിയറിംഗിനെ നീട്ടിക്കൊണ്ട് പോകാതെ ഹിയറിംഗ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ഈ പട്ടയം നടപടി റദ്ദ് ചെയ്തിട്ട് ഈ കുറ്റക്കാരായ ആളുകൾക്കെതിരെ കൃത്യമായ ശിക്ഷ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ 19-ാം തീയതി നടക്കുന്ന ഹിയറിംഗിന് ശേഷം സമരസമിതി നേതൃത്വത്തിൽ RD ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കയ്യേറ്റക്കാരെ സഹായിച്ച 3 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചൊക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇതിന്
ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അതിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കയ്യേറ്റക്കാർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ നാളിതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ അവർക്കെതിരെ അന്വേഷണം നടത്തുകയോ അവരെ കുറ്റക്കാരായി കണ്ടെത്തി അവർക്ക് ശിക്ഷാ നടപടി ചെയ്തു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായ ശ്രീ കെ മനോജാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചതെന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരായ യാതൊരുവിധ നടപടികളും ഇതുവരെയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലോ വകുപ്പ് തലത്തിലോ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം. അന്വേഷണം പൂർത്തിയായെങ്കിലും കയ്യേറ്റം ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നടപടികൾ വേഗത്തിലാക്കണമെന്നും ഭൂമി കയ്യേറ്റത്തിൽ പങ്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ചൊക്രമുടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ മൂടണമെന്നും ആവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി രണ്ടാം ഘട്ട സമരം ആരംഭിക്കുമെന്ന് ചെയർമാൻ സന്തോഷ് ഭാസ്കരൻ പറഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ ഈ തടയണ മൂടിക്കളയണമെന്നാണ് കളക്ടർ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൈനോളജി അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ പഞ്ചായത്തിലെ സെക്രട്ടറി ഇവരെല്ലാം പോയി കൂട്ടായി സന്ദർശിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മൂടിയില്ലെങ്കിൽ സമരസമിതി അതിനെതിരെയും ശക്തമായ സമരം ആയിട്ട് പഞ്ചായത്തുമായിട്ടും ബന്ധപ്പെടുന്നതാണ്. കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് ചൊക്രമുടി സംരക്ഷണ സമിതി രണ്ടാം ഘട്ട സമരത്തിനൊരുങ്ങുന്നത്. കേരളം സമഗ്ര മുന്നേറ്റം കൈവരിച്ചത് LDF സർക്കാരുകളുടെ കാലത്താണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ. KSTA ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കട്ടപ്പന CSI ഗാർഡനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് R മനോജ് പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാർ ഭരണ വീഴ്ച മറയ്ക്കാൻ വർഗീയത പ്രചരിപ്പിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. RSSന്റെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചു വരുന്നു. കോർപ്പറേറ്റുകളെ സംരക്ഷിച്ച് കർഷകരെയും സാധാരണക്കാരെയും തഴഞ്ഞ് ഭരണം തുടരുന്നു കേന്ദ്രം. ജനങ്ങൾക്കിടയിൽ ചെറുതിരിവുണ്ടാക്കി ഭരണം തുടരുകയാണ്. സാമൂഹികം, പശ്ചാത്തലം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം വളർച്ച കൈവരിച്ചു കഴിഞ്ഞു. ലൈഫ് മിഷൻ, പെൻഷൻ തുടങ്ങി ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ജനം ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും KK ജയചന്ദ്രൻ പറഞ്ഞു. എല്ലാവർക്കും ഒന്ന് കാലേ നിൽക്കാനാകണമെങ്കിൽ ഒരു ഗവൺമെന്റ് വന്ന് 4-5 വർഷം കൊണ്ട് മാത്രം നടക്കില്ല. അതിനുള്ള സാഹചര്യം ഒരുങ്ങണം. ലക്ഷക്കണക്കിനാണ് കൊടുക്കേണ്ടത്, കോടിക്കണക്കിന് ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് വരാൻ നമുക്ക് ഏതാനും വർഷങ്ങൾ വേണ്ടി വരും. ആ ഒരുക്കങ്ങളിലാണ് നമ്മുടെ ഗവൺമെന്റ്. അതാണ് ബദൽ. ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ കൊടുക്കാത്തപ്പോ ഇവിടെ ഇനിയിപ്പോ ഒരു 30,000 വീടുകളിലുള്ളവർക്ക് കൂടി വീടും ഭക്ഷണവുമായി കഴിഞ്ഞാൽ ഈ കേരള സംസ്ഥാനം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ലഭിക്കുന്ന, വിശപ്പില്ലാതിരിക്കുന്ന ഏക സ്റ്റേറ്റ് ആയിരിക്കും കേരളമെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. അതാണ് കേരളം. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെയും പുനരധിവാസത്തിന് ധനസഹായം നൽകാതെയും കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണ്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ സംസാരിക്കാൻ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ തയ്യാറായില്ല. സാമ്പത്തിക പ്രതിരോധം തീർക്കുന്ന നീക്കങ്ങളെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണെന്നും KK ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി. KSTA ജില്ലാ പ്രസിഡന്റ് R മനോജ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നിസ, സംഘാടക സമിതി ചെയർമാൻ VR സജി, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി A നജീബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KSTA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നീസ യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. 34ാം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനമാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നീസ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ സർവ്വതോന്മുഖമായ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലെ
മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പുരോഗമന അധ്യാപക പ്രസ്ഥാനമാണ് KST. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി A. നജീബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AM ഷാജഹാൻ, GK ഹരികുമാർ, M. രമേശ്, അപർണ നാരായണൻ, KR ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നില്ലെന്ന പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി മൂന്നാറിൽ പറഞ്ഞു. പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. അർഹരായവരുടെ ഭൂമിക്ക് പട്ടയം നൽകുക എന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അതിനായി പരമാവധി ശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ദേവികുളത്ത് പൊതുജനങ്ങൾക്ക് കളക്ടറെ നേരിൽ കണ്ട് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കിട്ടിയ പരാതികളിൽ പ്രധാനപ്പെട്ടത് ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും പട്ടയ ലഭ്യതയുമായി ബന്ധപ്പെട്ടുമായിരുന്നു. ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ പരിശോധന നടത്തി പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ലൈഫ് മിഷൻ പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം ലഭിക്കുന്നില്ലെന്ന പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചത്. പട്ടയം നൽകുന്നതിനുള്ള നടപടികൾക്ക് പ്രാധാന്യം നൽകും. അർഹരായവരുടെ ഭൂമിക്ക് പട്ടയം നൽകുക എന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അതിനായി പരമാവധി ശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നമുക്ക് NOC ലൈഫ് മിഷൻ പോലെ സർക്കാരിൻ്റെ സഹായം കിട്ടുന്ന പദ്ധതികൾക്ക് കിട്ടുന്നില്ലാന്നുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് ഞാൻ അന്വേഷിക്കും. ഞാൻ തഹസിൽദാരുമായിട്ട് വിളിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് അവിടെ നിന്നോ ഇല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ എന്തെങ്കിലും സ്പഷ്ടീകരണം വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയും നമ്മൾ ശ്രമിക്കും. ഉണ്ടാവും. പട്ടയത്തിൻ്റെ കാര്യത്തിലാണ് അത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു നിയമ പ്രശ്നമാണ്. അല്ലാത്ത ഇന്ന നാളെയായിട്ട് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്തിലും നമുക്ക് എല്ലാവർക്കും പട്ടയം കിട്ടാനുള്ള നടപടിയിലാണ് നമ്മൾ കേരള സർക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കിട്ടാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ചെയ്യും. 50-ലധികം ആളുകൾ കളക്ടറെ നേരിൽ കണ്ട് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ദേവികുളത്തെത്തിയിരുന്നു. മൂന്നാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനുള്ള ഇടപെടൽ നടത്തുമെന്നും അനധികൃത വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിക്കുന്നതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. വണ്ടിപ്പെരിയാർ പശുമല മ്ലാമല റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പീരുമേട് MLA വാടൂർ സോമൻ. ഇതിനായി 3,85,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് ഏപ്രിൽ മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നും MLA പറഞ്ഞു. റോഡിന്റെ കുറച്ചു ഭാഗം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിച്ചിരുന്നു. ഇതോടെയാണ് നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുതുക്കി ലഭ്യമാക്കേണ്ടി വന്നത്. പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 3,85,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും MLA പറഞ്ഞു. വണ്ടിപ്പെരിയാർ മുതൽ മ്ലാമല വരെയുള്ള പ്രദേശങ്ങളിലെ റോഡ് കുണ്ടും കുഴിയുമായിട്ട് ദീർഘകാലമായിരുന്നു. എന്നാൽ വണ്ടിപ്പെരിയാർ മുതൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം വരെയുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു. ഇനി ഒരൽപ്പം മാത്രമാണ് പാറമട ഭാഗത്ത് പൂർത്തീകരിക്കാറുള്ളത്. ധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശ്മര വരെയുള്ള റോഡിൻ്റെ നിർമ്മാണം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തി പണികൾ പൂർത്തീകരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. നിർഭാഗ്യവശാൽ നമുക്ക് ഗവൺമെൻറ് 5 കോടി അനുവദിച്ചതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുവാൻ അല്പം താമസം വന്നു. അതിൽ പ്രധാന ഒരു കാര്യം നമ്മൾ പൂർത്തീകരിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി വേണം റോഡ് പണിക്കുള്ള ഫണ്ട് വിനിയോഗിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ചീഫ് എഞ്ചിനീയർ വന്ന് പരിശോധന നടത്തി ബാക്കി ഭാഗങ്ങൾ മ്ലാമല വരെ പൂർത്തീകരിക്കുന്നതിന് 3.85 കോടി രൂപ അനുവദിച്ച് സാങ്ഷൻ നൽകിയിരിക്കുന്നത്. പശുമല എസ്റ്റേറ്റ് മുതൽ മ്ലാമല വരെയുള്ള 7 കിലോമീറ്റർ റോഡ് ഇതോടെ പുനർനിർമ്മിക്കും. സാങ്കേതിക അനുമതി ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച ഏപ്രിൽ മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നും MLA പറഞ്ഞു. കൂടാതെ മ്ലാമല, തേങ്ങാക്കൽ, കിഴക്കേ പുതുവൽ, കോഴിക്കാനം, ഏലപ്പാറ വരെയുള്ള റോഡ് പുനർനിർമ്മിക്കാൻ 2024-25 വർഷത്തെ ബജറ്റിൽ 8 കോടി രൂപ അനുവദിച്ചതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കുവാൻ ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുള്ളതായും MLA അറിയിച്ചു. ജനദ്രോഹം മുഖമുദ്രയാക്കിയ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വനഭേദഗതി ബിൽ അടിയന്തരമായി പിൻവലിക്കണമെന്ന് DCC നേതൃയോഗം ആവശ്യപ്പെട്ടു. വനപാലകർക്ക് പൊതുജനത്തിന്റെ മേൽ കുതിര കയറാനും അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കുവാനും അധികാരം നൽകുന്ന ഈ ബിൽ
ഏകാധിപതികൾക്ക് പോലും ഭൂഷണമല്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. 1 കിലോമീറ്റർ ബഫർ സോണും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച ഇടത് സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ കർഷകരെ അണിനിരത്തി അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് ജില്ലാ നേതൃയോഗം മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അംഗം കുറിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സന്നദ്ധമായതായി AICC സെക്രട്ടറി PV മോഹൻ പറഞ്ഞു. മിഷൻ 2025ന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസംഗം 10%, പ്രവർത്തനം 90%. ഇതാ പുതിയ കോൺഗ്രസ്. അത് നിങ്ങൾ യു ഗോയിങ് ടു ഡു ദാറ്റ് ഐ ബിലീവ്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, KPCC ജനറൽ സെക്രട്ടറി S അശോകൻ, EM ആഗസ്തി, റോയ് കെ പൗലോസ്, AK മണി, ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, നിഷ സോമൻ, CP കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വനനിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ കാടമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ജനുവരി 10-ന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഏകദിന ഉപവാസ സമരം നടത്തും. അശാസ്ത്രീയമായി നിരവധി ഭൂനിയമങ്ങളാൽ ബുദ്ധിമുട്ടുന്ന മലയോര ജനതയ്ക്കുമേൽ വീണ്ടും കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കാതെ വനപാലകർക്ക് അമിത അധികാരങ്ങൾ നൽകാനും ഇതിലൂടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കാനുമുള്ള നടപടികളിലേക്ക് കടക്കുന്നത് അംഗീകരിക്കില്ല. വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. പുതിയ വിജ്ഞാപനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അന്യായമായി അധികാരം നൽകുന്നു. വനത്തിലേക്കുള്ള കടന്നുകയറ്റം തടയാൻ നിയമങ്ങൾ നിലവിലുള്ളപ്പോൾ പുതിയ ഭേദഗതി വിജ്ഞാപനത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഏലമല പ്രദേശം പോലെയുള്ള റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന്റെ ഒത്താശയോടെ പരിസ്ഥിതിവാദികൾ നടത്തുന്ന അവകാശവാദങ്ങളും കാർഷിക മേഖലയെ വനമാക്കാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമാണ്. ചെറിയ ചെറിയ പാച്ചുകളായിട്ട് വനം പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ ഈ എലിഫന്റ് കോറിഡോറൊക്കെ ഇതിനെ സംബന്ധിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ പ്രശ്നങ്ങളുടെ നടുവിലാണ് ജനങ്ങൾ. അപ്പോഴാണ് ഇതുപോലെ അമിതമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട്, അന്യായമായ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ MLA-മാർക്കോ ജനപ്രതിനിധികൾക്കോ യാതൊരു അറിവുമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവരുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തിയപ്പോഴും ഇവർക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ മാത്രം എഴുതി കൊടുക്കുന്ന ചില നിയമങ്ങൾ, കരിനിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്. അതിനെ നമ്മൾ ശക്തമായിട്ട് എതിർക്കേണ്ടതായിട്ടുണ്ട്. 1980-ലെ കേന്ദ്ര വന നിയമവും 86-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമവും 1964-ലെ കേരള ഫോറസ്റ്റ് ആക്ടും നിലനിൽക്കുമ്പോൾ അസാധാരണമായ നിയമ ഭേദഗതിക്ക് വനംവകുപ്പ് തുനിയുന്നത് ഭരണ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനങ്ങളെ ഭീതിയിലാക്കുന്നു. കൂടിയാലോചന നടത്താതെ ഉദ്യോഗസ്ഥരുടെ താൽപര്യപ്രകാരം ഭേദഗതി വരുത്തുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. പുതിയ ഭേദഗതിയിലെ സെക്ഷൻ 2-ൽ ഫോറസ്റ്റ് ഓഫീസറായി ട്രൈബൽ വാച്ചറെയും ഉൾപ്പെടുത്തുന്നു. സെക്ഷൻ 63 പ്രകാരം വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും തടവിലാക്കാനും അധികാരം നൽകുന്നു. സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ എവിടെയും പരിശോധന നടത്താനും കസ്റ്റഡിയിലെടുക്കാനുമുള്ള അധികാരം നിയമ പരിജ്ഞാനമില്ലാത്തവർക്ക് നൽകിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വലുതാണ്. ഭൂവിനിയോഗ ചട്ടങ്ങൾ നിർമ്മിക്കാത്തതും സുപ്രീംകോടതിയിലെ കേസ് നീളുന്നതും പട്ടയ വിതരണത്തിനും വാണിജ്യ നിർമ്മാണങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതും സമയബന്ധിതമായി പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി PR സന്തോഷ്, R മണിക്കുട്ടൻ, ഡിബിൻ പൊന്നപ്പൻ എന്നിവർ പങ്കെടുത്തു. എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ 26 വർഷമായി തുടരുന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ CSI ഈസ്റ്റ് കേരള ഇടവക ബിഷപ്പ് റവറന്റ് VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകും. ആഘോഷത്തിൽ ഫെലോഷിപ്പ് ചെയർമാൻ ഫാദർ വർഗീസ് ജേക്കബ് കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. മുഖ്യ അതിഥിയായ YMCA ദേശീയ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള ക്രിസ്മസ് കേക്ക് മുറിക്കും. ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ്, കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, വെളയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട്, കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സജോ ജോഷുവ മാത്യു, കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ ഇടവക വികാരി ഫാദർ ബിനോയ് ചാക്കോ കുന്നത്ത്, കട്ടപ്പന സെന്റ് ജോൺ CSI ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിനോയ് P ജേക്കബ്, കട്ടപ്പന സെന്റ് സ്റ്റീഫൻസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി വികാരി ഫാദർ ഷിജു വട്ടംപുറത്ത്, നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ, വെള്ളയാങ്കുടി ബദൽ മാർത്തോമ ഇടവക വികാരി ഫാദർ ജിതിൻ വർഗീസ്, കട്ടപ്പന സെന്റ് പോൾസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവക വികാരി ഫാദർ ഈപ്പൻ പുത്തൻപറമ്പിൽ, കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുവറമ്പിൽ, കട്ടപ്പന HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, YMCA പ്രസിഡന്റ് രജിത് ജോർജ്, കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, റോട്ടറി ക്ലബ് ഓഫ്
കട്ടപ്പന പ്രസിഡന്റ് ബൈജു എബ്രഹാം, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, ലയൺസ് ക്ലബ്ബ് ഓഫ് എലൈറ്റ് കട്ടപ്പന പ്രസിഡന്റ് റോയി സെബാസ്റ്റ്യൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി പ്രസിഡന്റ് PM ഫ്രാൻസിസ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, കട്ടപ്പന YMCA സെക്രട്ടറി KJ ജോസഫ് തുടങ്ങിയവർ സംസാരിക്കും. പ്രിയമുള്ളവരെ, ഹൈറേഞ്ചിൻ്റെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കട്ടപ്പന CSI ഗാർഡനിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കട്ടപ്പനയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണ്. 26 വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഈ YMCA സംയുക്ത ക്രിസ്തുമസ് ആഘോഷം കട്ടപ്പനയുടെ ഏറ്റവും പ്രൗഢോജ്വലമായ ഒരു പ്രോഗ്രാമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വർഷങ്ങളായിട്ട് നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരാണ്. ഈ വർഷവും ഈ സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വിജയത്തിനായിട്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവുകയും ക്രിസ്തുമസിൻ്റെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു വലിയ സംഭവമായിട്ട് മാറുവാനായിട്ട്, അതുപോലെ തന്നെ ഈ കട്ടപ്പനയ്ക്ക് ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് ഈ സംയുക്ത ക്രിസ്മസ് ആഘോഷം മാറുവാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ പള്ളികളിൽ നിന്ന് ഉള്ള ആളുകളുണ്ട്, സംഘടനകളിൽ നിന്നുള്ള ആളുകളുണ്ട്, ക്ലബ്ബുകളിൽ നിന്നുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ കട്ടപ്പനയുടെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളും പങ്കെടുക്കുന്ന ഈ ആഘോഷമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 20ഓളം ടീമുകൾ ആഘോഷ പരിപാടിയിൽ കരോൾ ഗാനങ്ങൾ ആലപിക്കും. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, കട്ടപ്പന YMCA, വിവിധ ക്രൈസ്തവ സഭകൾ, കട്ടപ്പന പ്രസ് ക്ലബ്, ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്ക്, കട്ടപ്പന പവർ ഇൻ ജീസസ് ചർച്ച്, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗൺ, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന എലൈറ്റ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ടൗൺ എന്നിവരാണ് സംഘാടകർ. കരോൾ ഗാനം ആലപിക്കുന്ന ടീമുകളിൽ HCN യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന ടീമിന് ഒന്നാം സമ്മാനമായി കട്ടപ്പന സ്മാർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന 10,001 രൂപയും, രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് കട്ടപ്പന ട്രേഡിംഗ് കമ്പനി നൽകുന്ന 7,001 രൂപയും, മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് കട്ടപ്പന സെറാ കർട്ടൻസ് നൽകുന്ന 5,001 രൂപയും സമ്മാനമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂപ്പാറ തലക്കുളം ഭാഗത്ത് വാഹനാപകടം. മഹാരാഷ്ട്രയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി എത്തിയ യുവാക്കളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വെളുപ്പിന് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ നിസാര പരിക്കുകളോടെ യുവാക്കൾ രക്ഷപ്പെട്ടു. ഒരു യുവാവിന്റെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ചാന്തൻപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 110 ഗ്രാം ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ബിയൽറാം സ്വദേശി മുത്തുപ്പാണ്ടിയെയാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതി കഞ്ചാവ് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണെന്നാണ് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ബോഡിമെട്ട് ബിയൽറാം ഭാഗത്തു നടത്തിയ പരിശോധനയിലാണ് ഉണക്ക കഞ്ചാവുമായി യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. ബിയൽറാം സ്വദേശി മുത്തുപ്പാണ്ടിയാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 110 ഗ്രാം ഉണക്ക കഞ്ചാവ് സംഘം കണ്ടെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും വാങ്ങി യുവാവ് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവാണ് കണ്ടെടുത്തതെന്ന് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് N, സിവിൽ എക്സൈസ് ഓഫീസർമാരായി സുരേഷ് KM, അബ്ദുൾ ലത്തീഫ്, പ്രശാന്ത് V, യദുവംശരാജ്, ധനീഷ് പുഷ്പചന്ദ്രൻ, സുബിൻ P വർഗീസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ജില്ലയിലെ അഗതി മന്ദിരങ്ങളിലേക്ക് മലയാളി ചിരി ക്ലബിന്റെ കാരുണ്യയാത്ര 22-ന് ആരംഭിക്കും. രാവിലെ 10-ന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഫ്ളാഗ് ഓഫ് ചെയ്യും. കഴിഞ്ഞ 8 വർഷമായി 15-ലേറെ അഗതി മന്ദിരങ്ങളിലേക്ക് നടത്തിവരുന്ന യാത്രയിൽ വസ്ത്രങ്ങൾ, മരുന്നുകൾ, പലവ്യഞ്ജനങ്ങൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വിതരണം ചെയ്യും. കഴിഞ്ഞ 8 വർഷമായി മലയാളി ചിരി ക്ലബ്ബ് നടത്തിവരുന്ന കാരുണ്യയാത്ര ഈ വർഷവും അതിവിപുലമായി നടത്തപ്പെടുകയാണ്. അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും അതോടൊപ്പം ഈ വർഷം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രങ്ങളും കേക്കും അതോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളുമായിട്ടുള്ള കാരുണ്യയാത്രയാണ് ഈ വർഷം നടത്തുന്നത്. 2024 ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നടത്തും.
കൂടാതെ കട്ടപ്പന നഗരസഭയിലെ 34 വാർഡുകളിലായുള്ള കിടപ്പ് രോഗികൾക്ക് വസ്ത്രം, ക്രിസ്തുമസ് കേക്ക്, പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റും വിതരണം ചെയ്യുന്നുണ്ട്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി, പുളിയന്മല കാർമൽ പബ്ലിക് സ്കൂൾ, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ, കട്ടപ്പന മേഖലാ കമ്മിറ്റി തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പരിപാടി. 14ാമത് കാരുണ്യയാത്ര വളരെ വിപുലമായ രീതിയിൽ, മുൻ വർഷങ്ങളെക്കാൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തുവാനാണ് ക്ലബിൻ്റെ ആഗ്രഹം. അതിന് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ട മാധ്യമ സഹോദരങ്ങളുടെ വലിയൊരു പിന്തുണയും കൂടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദൃശ്യമാധ്യമ മേഖലയിൽ മാത്രമല്ല, നിങ്ങളുടെയും ഉപയോഗിക്കാനാവുന്ന നല്ല വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഞങ്ങൾ നൽകുന്ന പലവ്യഞ്ജന കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സാധന സാമഗ്രികൾ, അതോടൊപ്പം തന്നെ ക്രിസ്മസ് കേക്ക് എന്നിവയിൽ നിങ്ങളുടെയും വലിയൊരു പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മലയാളി ചിരി ക്ലബ് സോഷ്യൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചെയർമാൻ മനോജ് വർക്കി അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി ജോർജി മാത്യു, പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ, കോർഡിനേറ്റർ ജോമോൻ പൊടിപാറ, ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ, കൺവീനർ സജി ഫെർണാണ്ടസ്, കൺവീനർ സിജോമോൻ ജോസ്, റോബിൻ ചാക്കോ, പ്രിൻസ് മൂലേച്ചാലിൽ, മനോജ് പി ജി, ബിബിൻ വിശ്വനാഥൻ, ജെറിൻ ജോസഫ്, ടിജിൻ ടോം, അനീഷ് തോണക്കര, അജിൻ ജോസഫ്, ജിനോ സേവ്യർ തുടങ്ങിയവർ സംസാരിക്കും. സാധാരണ 2-3 തവണ വരെ നമ്മൾ കാരുണ്യയാത്ര നടത്തുന്നുണ്ട് ഒരു വർഷത്തിൽ. എല്ലാവരും അതിനുവേണ്ട അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്ത് നമ്മുടെ സഹോദരന്മാരാണ് വയ്യാതിരിക്കുന്നതും ആലംബഹീനരായിട്ടുള്ളവരും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായം മലയാളി ചിരി ക്ലബിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യണമെന്ന് മലയാളി ചിരി ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ വിനയപൂർവ്വം നിങ്ങളോട് ഓരോരുത്തരോടും താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ മനോജ് വർക്കി, സണ്ണി സ്റ്റോറിൽ, ജോമോൻ പൊടിപാറ, അശോക് ഇലവന്തിക്കൽ, മനോജ് പി ജി, അനീഷ് തോണക്കര, അജിൻ ജോസഫ്, ജിനോ സേവ്യർ, റോബിൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അയ്യപ്പൻകോവിൽ ആലടിയിൽ ഓട നിർമ്മിക്കാതെ റോഡ് ടാർ ചെയ്യാൻ ശ്രമിക്കുന്നതായി പരാതി. ശക്തമായി മഴ പെയ്താൽ കടകളിലും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിൽ. കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അയ്യപ്പൻകോവിൽ ആലടിയിലാണ് ആവശ്യമായ ഓട നിർമ്മിക്കാതെ കരാറുകാർ റോഡ് ടാർ ചെയ്യാൻ ശ്രമിക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നത്. ആലടി ടൗണിൽ നിലവിൽ മക്ക് നിരത്തി ടാർ ചെയ്യുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ കുരിശുമല ആശുപത്രി ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന മഴവെള്ളം ആലടി ടൗണിലെത്തി കടകളിലേക്കും വീടുകളിലേക്കും കയറുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കടകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായതായി വ്യാപാരികൾ പറയുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഈ മലയിൽ നിന്ന് ചാടി വരുന്ന മുഴുവൻ മലവെള്ളവും നമ്മുടെ ഈ റോഡിൽ കൂടിയാണ് ഇങ്ങോട്ട് താഴേക്ക് വരുന്നത്. താഴേക്ക് വന്ന് നമ്മുടെ ഈ മെയിൻ റോഡിൽ കൂടെ വന്ന് ഇത് ഈ ഇടവഴിയിലൂടെ താഴോട്ട് ഒഴുകിപ്പോവുകയാണ്. അതിലെല്ലാം ആളുകൾ ഇറങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന റോഡാണ്. അപ്പം താഴെ ലാബറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം ഈ മലവെള്ളപ്പാച്ചിൽ വലിയ ദുരിതമായി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മെയിൻ റോഡ് ഈ പണി നടക്കുമ്പോൾ, ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഓട് നിർമ്മിച്ച് ഈ മലവെള്ളം തിരിഞ്ഞു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ ആവശ്യം. അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാൽ വലിയ രീതിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകും. പലതവണ നാട്ടുകാരും വ്യാപാരികളും ഓട നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് കരാറുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. നമ്മുടെ ആറ്റിൽ ഇവിടുന്ന് വരുന്ന വെള്ളം മുഴുവനും ഈ വഴി പൊക്കൊണ്ടിരിക്കണം. മുഴുവൻ ഓടയായിട്ട് കിടക്കും. നമുക്ക് വണ്ടി പോലും ഇവിടെ ഇടാൻ പറ്റത്തില്ല. ഒരു വഴിപണി കാരണം ഒരു ഓടയെടുത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഒറ്റ മഴയത്ത് പോയതാണ്. ഒറ്റ മഴ വന്ന് പോയ വെള്ളമാണ് പോലത്തെ അവസ്ഥയാണ്. ഇത് താന പോലെ പോയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നല്ല ഒരു ഓടയെടുത്ത് ആറ്റിലേക്ക് വെള്ളം വിട്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല. അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ടാറിങ് വന്നു കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തുമില്ല. മൊത്തം ഒരു സൈഡിൽ ടാറിങ്ങിൻ്റെ മൊത്തം പോയിരിക്കും വെള്ളം. അടിയന്തരമായി ഇവിടെ ഓട നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും സ്വാമി ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലുള്ള കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്ര ഡിസംബർ 20 ആരംഭിക്കും. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പദയാത്ര ഡിസംബർ 29 ശിവഗിരി മഹാസമാധിയിലെത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 20-ാം തീയതി രാവിലെ 7 മണിക്ക് മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, പിരിമേഡ് യൂണിയൻ പ്രസിഡന്റ് ചെമ്പൻകുളം ഗോപി വൈദ്യർ തുടങ്ങിയവർ ചേർന്ന് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് വിവിധ പ്രദേശങ്ങളിലെ ശാഖായോഗങ്ങൾ, പൗരാവലി, സമാജങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദയാത്ര കടന്നുപോകുന്നത്. CSI ഈസ്റ്റ് കേരള മഹായിടവക കട്ടപ്പന സഭ ജില്ലാ ഗായക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. കുമളി CSI ദേവാലയ വികാരി റവറന്റ് അനീഷ് PJ ക്രിസ്മസ് സന്ദേശം നൽകി. കട്ടപ്പന സെന്റ് ജോൺ CSI ദേവാലയത്തിൽ വെച്ചാണ് ഗ്രാൻഡ് ക്രിസ്മസ് കരോൾ 2024 സംഘടിപ്പിച്ചത്. ഗായക സംഘം ജില്ലാ ചെയർമാൻ റവറൻ ഡോക്ടർ ബിനോയ് P. ജേക്കബ് അധ്യക്ഷനായിരുന്നു. കുമളി CSI ഇടവക വികാരി റവറൻ അനീഷ് PJ ക്രിസ്മസ് സന്ദേശം നൽകി.
സക്കറിയ പറയുന്നുണ്ട്, ഒരു ലോകകുമാരൻ്റെ അല്ലെ ലോകരക്ഷകന്റെ ജനനം ഇത്രയേറെ കുഞ്ഞുങ്ങളുടെ ചോര പിടിച്ചുകൊണ്ടാകണോ? ഇത്രയേറെ രക്തം ചൊരിഞ്ഞുകൊണ്ടാകണോ ലോകരക്ഷകൻ വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് മനുഷ്യനാകുന്നത്? അതുകൊണ്ടായിരിക്കും ക്രിസ്തുവിൻ്റെ യാത്രയിൽ, യാത്രാപഥങ്ങളിൽ അല്പമെങ്കിലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ളത് കുഞ്ഞുങ്ങളെ ഓർത്തായി. ശിശുക്കളെയാണ് അവർ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. 9 ഇടവകകളിൽ നിന്നുമുള്ള ഗായക സംഘങ്ങൾ കരോളിൽ പങ്കെടുത്തു. ഗായക സംഘം വൈസ് പ്രസിഡന്റ് റവറൻ സതീഷ് വിൽസൺ നേതൃത്വം നൽകി. ബൗഡ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. പീരുമേട് മണ്ഡലത്തിലെ വിവിധ മേഖലകളിലുള്ള 500ഓളം വയോജനങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. നാളുകളായി ബൗഡ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രായമായവരെ ആദരിക്കുക എന്ന മഹത്തായ കടമ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നതിനും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. അത്തരത്തിൽ പീരുമേട് മണ്ഡലത്തിലെ വിവിധ മേഖലകളിലുള്ള 500ഓളം വയോജനങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. പ്രായമായവർക്ക് കരുതൽ നൽകുകയും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റവറൻ ഡോക്ടർ KG ദാനിയേൽ പറഞ്ഞു. നമ്മുടെ ഭവനത്തിലെയും അതിനേക്കാളുപരിയായി സമൂഹത്തിലെയും പ്രായം ചെന്നവർ, അവരെല്ലാ വിധமான അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അധ്വാനവും പ്രയത്നവും പ്രാർത്ഥനയും ത്യാഗവും എല്ലാം സഹിച്ച് മക്കളെ നല്ല നിലയിൽ എത്തിച്ചതിന് ശേഷം പലപ്പോഴും ഇവരെ ആരും കരുതാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരെ ആദരിക്കേണ്ടത് സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് നാളെ ഈ അവസ്ഥയിലേക്ക് ആകുമെന്ന് മനസ്സിലാക്കുന്നവരെയും ഒരു ചുമതലയാണ്. അതാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. കുട്ടിക്കാനത്ത് വെച്ചാണ് ചടങ്ങ് നടന്നത്. 2500ഓളം രൂപ വില വരുന്ന ഭക്ഷ്യവസ്തുക്കൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ആൽവിൻ സക്കറിയ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ C. ജോസിൻ തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. പീരുമേട് മുൻ MLA ES ബിജിമോൾ, അഡ്വക്കേറ്റ് സുരേഖ് തോമസ്, ഇടുക്കി റീജിയണൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ T. സതീഷ്, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജില്ലയിലെ 5 ബ്രാഞ്ചുകളിൽ നിന്നുമുള്ള ജീവനക്കാർ, മരിയൻ കോളേജ് BSW വിദ്യാർത്ഥികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി, മത, സാമുദായിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആനകളോടുള്ള അടങ്ങാത്ത പ്രേമം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അയ്യപ്പൻകോവിൽ ആലടിയിൽ. ആലടി കുരിശുമല സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ ഷൈജു ഗോപാലകൃഷ്ണനാണ് ഈ ആനപ്രേമി. ആനയോടുള്ള കമ്പം മൂത്ത് തൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് പാമ്പാടി രാജൻ എന്ന പേരാണ് ഷൈജു നൽകിയത്. ചെറുപ്പം മുതൽ തന്നെ ആനകളോട് അടങ്ങാത്ത ഇഷ്ടമായിരുന്നു ആലടി സ്വദേശിയായ പുത്തൻപുരയ്ക്കൽ ഷൈജു ഗോപാലകൃഷ്ണന്. ഷൈജു 20 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനയായ പാമ്പാടി രാജന്റെ പേരാണ് ഷൈജു നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആനയായ പാമ്പാടി രാജനെ ഒന്ന് കാണുക എന്നത് ഷൈജുവിന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഇതിനായി പല ആളുകളുമായി ബന്ധപ്പെട്ടാണ് ആനയെ നേരിൽ കാണാൻ സാധിച്ചത്. പല മേഖലകളിലെ ആനപ്പാപ്പാന്മാരെ കോർത്തിണക്കിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പും ഷൈജുവിനുണ്ട്. പിന്നെ ഗ്രൂപ്പ് കാര്യങ്ങൾ, പിന്നെ ഒത്തിരി ബന്ധങ്ങളായി. ഈ ആനക്കൂട്ടുകാരുമായിട്ട് ഒരുപാട് ബന്ധം. കേരളത്തിൽ എവിടെ ചെന്ന് പറഞ്ഞാലും നമുക്ക് കൂട്ടുകാരുണ്ട്. അവിടെ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയായിട്ട് പോവാം. നമുക്ക് എവിടെയെങ്കിലും വഴി കിടന്നായാലും ഏതെങ്കിലും ഒരു കൂട്ടുകാരെ വിളിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള കൂട്ടുകാർ നമ്മളെടുത്ത് വരാനും സഹകരിക്കാനെല്ലാം പറ്റുന്നില്ല. നമ്മളൊരു ആനക്കമ്പം അതിനേക്കാളും നല്ല ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ആന, പിന്നെ അതിനെ പരിപാലിക്കുന്ന ആൾക്കാരെ കൊണ്ടു നടക്കുന്നത്
ആലടി ടൗണിലാണ് ഷൈജു ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, ചിറക്കൽ കാളി, പുതുപ്പള്ളി കേശവൻ, ഈരാറ്റുപേട്ട അയ്യപ്പൻ, ഒള്ളരി കാളിദാസൻ എന്നീ ആനകളോടാണ് ഷൈജുവിന് ഏറെ ഇഷ്ടം. ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലും ആനയെ എഴുന്നള്ളിക്കുന്ന എവിടെയും ഷൈജുവും ഷൈജുവിന്റെ ഓട്ടോറിക്ഷയും ഉണ്ടാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 184. വിൽപ്പനയ്ക്ക് വന്നത് 45,339. വിൽപ്പന നടന്നത് 44,267. കൂടിയ വില 3,221. ശരാശരി വില 2,915. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ. ഏലം കൂടിയ വില 2,850. ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 385. ഗ്രാമ്പു 925. കൊക്കോ 120. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,140 രൂപ. വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ തമിഴ്നാടിന് അനുമതി നൽകി കേരളം. അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തമിഴ്നാട് സംഘത്തെ കേരള വനം വകുപ്പ് തടഞ്ഞത് വിവാദമായിരുന്നു. ഉത്തരവ് നൽകിയത് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിക്കെതിരെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിനാൽ വാദം തുടങ്ങാനായില്ല. പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ട് 1 വർഷം തികഞ്ഞു. നടക്കാതെ പോയത് പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് പെൺകുട്ടിയുടെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടു നൽകിയ ഉറപ്പ്. ജില്ലാ ആസൂത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. ഇടമലക്കുടിയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പദ്ധതികൾ തടസ്സപ്പെടാൻ പാടില്ലെന്നും കളക്ടർ. 2ാം ഘട്ട സമരത്തിനൊരുങ്ങി ചൊക്രമുടി സംരക്ഷണ സമിതി. ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത് കയ്യേറ്റം സ്ഥിരീകരിച്ചിട്ടും തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചും ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചും 2ാം ഘട്ടത്തിൽ RD ഓഫീസ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് സമരസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.